സൗദിയിൽ ഗൾഫ് ഷീൽഡ് 2026 സൈനികാഭ്യാസത്തിന് തുടക്കം. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗൾഫ് ഷീൽഡ് 2026 സംയുക്ത സൈനികാഭ്യാസത്തിന് സൗദി അറേബ്യയിൽ തുടക്കമായി. അത്യാധുനിക യുദ്ധതന്ത്രങ്ങളും സുരക്ഷാ വെല്ലുവിളികളും നേരിടാൻ GCCയിലെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ സജ്ജമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അബുദാബിയിൽ വാഹനാപകടം, 4 മലയാളികൾക്ക് വിടചൊല്ലി പ്രവാസലോകം. അബുദാബി ദുബായ് റോഡിൽ ഗന്തൂത്തിന് സമീപമുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ 3 കുരുന്നുകളുടെയും വീട്ടുജോലിക്കാരുടെയും മൃതദേഹങ്ങൾ ഇന്ന് ദുബായിൽ ഖബറടക്കി. അപകടത്തിൽ പരിക്കേറ്റ മാതാപിതാക്കൾ ചികിത്സയിൽ തുടരുകയാണ്. മലപ്പുറം സ്വദേശികളായ ഇവർക്കുണ്ടായ ഈ ദുരന്തം പ്രവാസി മലയാളികളെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് ആശ്വാസമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗേജ് ഓഫർ. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് അധിക ബാഗേജിന് വലിയ നിരക്ക് ഇളവ് നൽകുന്ന പുതിയ ഓഫർ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. ജനുവരി 31 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും. ബാഗേജ് നിരക്കിലെ ഈ ബമ്പർ ഡിസ്കൗണ്ട് അവധി കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് വലിയ ആശ്വാസമാണ്. വിമാനയാത്രയിൽ പവർ ബാങ്കുകൾക്ക് കർശന നിയന്ത്രണം. വിമാനയാത്രയ്ക്കിടെ ലിഥിയം ബാറ്ററികൾ തീപിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നതിനും ചാർജ് ചെയ്യുന്നതിനും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗുകളിൽ മാത്രമേ കരുതാൻ പാടുള്ളൂ എന്നും ഇൻസീറ്റ് പവർ ഉപയോഗിച്ച് ഇവ ചാർജ് ചെയ്യരുതെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. സൗദിയിൽ വാഹനങ്ങളിലെ സ്റ്റിക്കറുകൾക്ക് പിഴ. വാഹനങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ പരസ്യങ്ങളോ സ്റ്റിക്കറുകളോ പതിപ്പിക്കുന്നവർക്കെതിരെ സൗദി ട്രാഫിക് വിഭാഗം പരിശോധന കർശനമാക്കി. നിയമം ലംഘിക്കുന്നവർക്ക് 100 മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രവാസ ലോകത്ത് നിന്ന് ഇന്ന് നമ്മൾ കേട്ട വാർത്തകളിൽ ചില വേർപാടുകളുടെ വേദനയുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളും അവസരങ്ങളുമാണ്. GCC രാജ്യങ്ങൾക്കിടയിലെ വർദ്ധിച്ചുവരുന്ന സൈനിക സാമ്പത്തിക സഹകരണം ഈ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പുതിയ മാനങ്ങൾ നൽകുന്നു. കൂടാതെ യാത്രാ സൗകര്യങ്ങളിൽ ലഭിക്കുന്ന ഇളവുകൾ പ്രവാസികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ വഴിയൊരുക്കട്ടെ. വെല്ലുവിളികൾക്കിടയിലും പ്രത്യാശയോടെയും ജാഗ്രതയോടെയും നമുക്ക് മുന്നോട്ട് പോകാം.